ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് തന്നെ മതേതരത്വം സോഷ്യലിസമാണ്. പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിന് ബാധകമാണെന്ന് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ തള്ളിക്കൊണ്ട് ഉത്തരവിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവിട്ടിരിക്കുന്നത്. ഭേദഗതി നടന്നിട്ട് ഏകദേശം 44 വർഷങ്ങൾക്ക് ശേഷം അതിനെ വെല്ലുവിളിക്കുന്നതിന് ന്യായീകരണമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചു. 1976 പാസാക്കിയ 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം റിട്ട് ഹർജികൾ വിധി പറയാൻ കഴിഞ്ഞ 22-ന് കോടതി മാറ്റിവെച്ചിരുന്നു. മതേതരത്വം എന്ന ആശയം സമത്വത്തിന്, അവകാശത്തിന് ഒരു വശത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. സോഷ്യലിസം സാമ്പത്തികം, സാമൂഹികമായ നീതിയുടെ തത്വം ഉൾക്കൊള്ളുന്നു. അതിൽ സാമ്പത്തികമോ സാമൂഹികമായ സാഹചര്യം കാരണം ഒരു പൗരനും കുറവുണ്ടാകില്ലെന്ന് ഭരണകൂടം ഉറപ്പാക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. കാരണം ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന വിധിയാണത്. മതേതരത്വം, സോഷ്യലിസം ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം, അല്ലേ? അതൊക്കെ നമുക്ക് ഉറപ്പ് തരുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ആ ഭരണഘടന പറയുന്ന ഈ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ, അതായത് ഭരണഘടന പറയുന്ന മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഇതിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ നട്ടെല്ലിന് തന്നെ ക്ഷതമേൽക്കുന്ന ഒരു പരിപാടിയാണത്. അതുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. മതേതരത്വവും സോഷ്യലിസവും എന്നും നിലനിൽക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാർ അടക്കം ഭരണഘടനയിൽ കയറി ചില മാറ്റങ്ങൾക്കൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം അതിനെ ശക്തമായിട്ട് എതിർത്തു. ആ സമയത്ത് ഭരണഘടന ഈ പറയുന്ന പോലെ ബുക്ക്, നമ്മുടെ അംബേദ്കർ എഴുതിയ ആ ഭരണഘടനയുടെ ബുക്കൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ, അതെ, ഭരണഘടന വായിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ മുന്നണി ശക്തമായ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പിന്നീട് മോദി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഭരണഘടനയെ വീണ്ടും റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ കണ്ടു. മോദി ഇങ്ങനെ ഭരണഘടനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ വീണ്ടും ഭരണഘടന ഭയങ്കര ഒഫീഷ്യലായിട്ട് കയ്യിൽ കൊണ്ടുവന്നതൊക്കെ, അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ കൂടി അത്രത്തോളം ഭരണഘടന പ്രധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഭരണഘടനയെ തൊട്ട് കളിച്ചാൽ എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. മോദി പോലും വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തകളൊക്കെ മാറ്റി, അവരുടെ ആ ഒരു നിലപാടുകളൊക്കെ മാറ്റി വീണ്ടും ഭരണഘടനയിലേക്ക് താതാത്മ്യം പ്രാപിച്ചത് തന്നെ അത്തരത്തിലുള്ള ഭരണഘടനയുടെ ഒരു പവർ കാരണം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ അടിസ്ഥാനത്തിൽ, ആ ഭരണഘടന അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും, അല്ലെ? അതിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഈ ഭരണഘടന നല്ല നല്ല മാറ്റങ്ങളോടുകൂടി അപ്ഡേറ്റ് ആവട്ടെ. അല്ലാതെ ഇതുപോലുള്ള സോഷ്യലിസവും മതേതരത്വവും ഒക്കെ മാറ്റണം എന്നുള്ള പരാതികളൊക്കെ ഇതുപോലെ സുപ്രീം കോടതികളെല്ലാം തള്ളിക്കളയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ.